വാർദ്ധക്യം, ജീവിതയാത്രയുടെ സായാഹ്നം. ഈ പ്രയാണം ലളിതമോ കഠിനമോ ആക്കുന്നത് നമ്മൾ തന്നെ. ഓജസ്സുള്ള ആരോഗ്യകരമായ ജീവിതശൈലികൾ നമ്മൾക്ക് മുന്നിൽ തടസ്സമായി വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ സഹായിക്കുന്നു. ഈ ചിന്ത പ്രാവർത്തികമാക്കുന്നതിനായി ആഴമേറിയ അറിവ് അത്യന്താപേക്ഷിതമാണ്. വയോജനങ്ങൾ എന്ന സമൂഹത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്കുള്ള പ്രയാണത്തിൽ വയോജനങ്ങൾ പല സ്ഥലങ്ങളിലും പിന്തള്ളപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ്റിന് പോലും പല കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നു. പ്രത്യേകിച്ച് ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റായിട്ട് ഗവൺമെൻറ് ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വലിയൊരു പ്രോജക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ വയോജനങ്ങളെ നമുക്ക് നന്നായിട്ട് സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് എൽഡർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആ പദ്ധതിയുടെ ഒരു പ്രാമുഖ്യം വരുന്നു. പ്രത്യേകിച്ച് ഹെൽപ്പേജ് ഇന്ത്യ ഈ കഴിഞ്ഞ നമ്മളുടെ മുമ്പുണ്ടായ സുനാമിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണ് ഈ എൽഡർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. ആ ഗ്രൂപ്പുകൾ വഴിയായിട്ട് വയോജനങ്ങളുടെ പല പല പദ്ധതികൾ അവർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുകയും അവർക്ക് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാ തരത്തിലുമുള്ള സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് എൽഡർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. 55 വയസ്സിന് മുകളിലുള്ള പ്രായമായവർക്ക് വേണ്ടി ഹെൽപ്പേജ് ഇന്ത്യ രൂപീകരിച്ചു വരുന്ന ഗ്രൂപ്പുകളാണ് എൽഡർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. എൽഡർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 55 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അംഗമാകാവുന്നതാണ്. വൈപ്പിൻ, മഹാനഗരമായ കൊച്ചിയുടെ മാഞ്ഞു പോകുന്ന നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കുന്ന മനോഹര തീരം. ഈ കരയിലെ വിവിധ വയോജന സ്വയം സഹായ സംഘങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നതിൻ്റെ ശൈലി പ്രശംസാർഹമാണ്. ഞങ്ങൾ തുടങ്ങിയത് 2010 അവസാനം 2011 ആ സമയത്താണ് ഇത് തുടങ്ങിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചേരണമെന്നോ തുടങ്ങണമെന്നോ ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കുടുംബശ്രീ പോലെ അല്ലേ, കുടുംബശ്രീയിൽ എനിക്കത്ര താല്പര്യമില്ലാണ്ട് നിൽക്കുന്ന സമയമായിരുന്നു. കുടുംബശ്രീ പോലെ ആയിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ ചേർന്ന് കഴിഞ്ഞ് അതിലെ ഓരോ പരിപാടികളൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ചേർന്നില്ലെങ്കിൽ എനിക്കൊരു നഷ്ടമായിരുന്നാനെ എന്ന് പിൻകാലത്ത് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഗ്രൂപ്പ് മീറ്റിങ്ങുകളിൽ സ്വരൂപിക്കുന്ന സമ്പാദ്യത്തിൽ നിന്നും 3 മാസത്തിന് ശേഷം ലോൺ എടുത്തു തുടങ്ങാം. 6 മാസം പൂർത്തിയായതിനു ശേഷം ഗ്രൂപ്പുകളിൽ ഗ്രേഡിംഗ് നടക്കും. മികച്ച ഗ്രേഡ് ലഭിക്കുന്ന ഗ്രൂപ്പുകൾക്ക് 10,000 രൂപ വരെ സ്വയം തൊഴിൽ സഹായമായി ഹെൽപ്പേജ് ഇന്ത്യ നൽകിപ്പോരുന്നു. ഗ്രൂപ്പ് അംഗങ്ങൾ ഈ തുക ലോണായി എടുക്കുകയും അവരെക്കൊണ്ടാവും വിധം സ്വയം തൊഴിലുകൾ ആരംഭിക്കുകയും ചെയ്യുന്നു. മക്കളായിരുന്നു കെട്ടിച്ചു വിട്ട് അതിൻ്റെ ബാധ്യതയും കടമൊക്കെ അങ്ങനെ ഉണ്ട്. കെട്ടിയാനാണെങ്കിൽ പാടില്ല, അങ്ങനെയൊക്കെ ഇതൊക്കെ കൊണ്ടൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും. തൊഴിലുറപ്പുണ്ടെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്നതും തൊഴിലുറപ്പും കൊണ്ടാണ് ഇപ്പം അയാൾ മേക്കപ്പ് ചെയ്ത് പോകുന്നത്. വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ആരോഗ്യമാണ്. ഗ്രൂപ്പുകളുടെ ആരോഗ്യ സംരക്ഷണവും ഹെൽപ്പേജ് ഇന്ത്യ ശ്രദ്ധിക്കാറുണ്ട്. മാസത്തിൽ 2 തവണ ഡോക്ടറിന്റെ സേവനം ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ലഭിക്കാറുണ്ട്. വിവിധ സ്വയം സഹായ സംഘങ്ങൾ വഴി ഹെൽപ്പേജ് ഇന്ത്യ ഗ്രാമപ്രദേശങ്ങളിലും ഫിസിയോതെറപ്പി സേവനങ്ങൾ എത്തിക്കുന്നു. സംഘാംഗങ്ങൾക്കായി വിവിധ ക്ലാസുകളും ക്യാമ്പുകളും ഹെൽപ്പേജ് ഇന്ത്യ സംഘടിപ്പിക്കുന്നു. പ്രായമായവർ നേരിടുന്ന പ്രധാന അസുഖങ്ങളെക്കുറിച്ചും അതുപോലെ കിടപ്പ് രോഗികളെ എങ്ങനെ ശുശ്രൂഷിക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെ ക്ലാസുകൾ എടുക്കുന്നത് അവർക്ക് സമീപ പ്രദേശങ്ങളിലുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും ഒക്കെ ഒരു നല്ല പ്രചോദനമാണ്. കൂടാതെ വയോജനങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വ്യായാമങ്ങളുടെ പുസ്തകങ്ങളും ഹെൽപ്പേജ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് ഫെഡറേഷനുകൾ. 10 ഗ്രൂപ്പുകൾ ചേർന്നതാണ് ഒരു ഫെഡറേഷൻ. ഇതിന്റെ പ്രവർത്തനം ഏറെക്കുറെ ഗ്രൂപ്പുകളോട് സാമ്യമുള്ളതാണ്. സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി തുടങ്ങിയവരാണ് ഭാരവാഹികൾ. ഒരു പ്രദേശത്തെ മുഴുവൻ ഗ്രൂപ്പുകളുടെയും അവയുടെ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഫെഡറേഷനുകളാണ്. ആ പ്രദേശത്ത് തനിച്ച് താമസിക്കുന്നവരും ദരിദ്രരുമായിട്ടുള്ള വയോജനങ്ങളുടെ സംരക്ഷണം, രോഗീ സന്ദർശനം തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഫെഡറേഷന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നവയാണ്.
അപ്പോൾ ഞങ്ങൾക്ക് പുതുവൈപ്പിൽ ഒരു 10 ഗ്രൂപ്പുകൾ കൂടുന്ന ഒരു ഫെഡറേഷൻ ഉണ്ട്. ആ ഫെഡറേഷനിൽ ഞങ്ങൾ മാസത്തിലൊരിക്കൽ 3-ാമത്തെ വ്യാഴാഴ്ച ഞങ്ങൾ എല്ലാ വയസ്സന്മാരുടെ ഗ്രൂപ്പുകളും ഒരു 5 പേര് വെച്ച് ഞങ്ങൾ ഒന്ന് കൂടും. എല്ലാം കൂടി ഞങ്ങൾ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അങ്ങോട്ട് പറയും. മാസം 10 രൂപ വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് പിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഹെൽപ്പേജ് ഇന്ത്യയിൽ നിന്ന് ആദ്യം ഞങ്ങൾക്കൊരു 1500 രൂപ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ തന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി 23,500 രൂപ എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നു. അപ്പോൾ അത് ഞങ്ങൾ ഓരോരുത്തർക്കും ഇങ്ങനെ 100 രൂപ വെച്ചിട്ട് പലിശയ്ക്ക് കൊടുക്കുമായിരുന്നു. അതിപ്പോൾ വളർന്ന് ഞങ്ങളിപ്പോൾ ഒരു വ്യക്തിക്ക് 15,000 രൂപ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നതിലെല്ലാം നമുക്ക് അതിലും കൂടുതൽ നമുക്ക് സന്തോഷം തോന്നണം എന്താണെന്ന് വെച്ചാൽ മോൻ്റെ കത്തും കൊണ്ട് വരെയാണ്. വീട്ടിലെ ഷീറ്റ് മഴ പെയ്തപ്പോൾ കാറ്റത്ത് പറന്നുപോയി. ആ ഷീറ്റ് വാങ്ങാനാണ്. അപ്പോൾ ഞങ്ങൾ വയസ്സായതുകൊണ്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും ഒരു ലെറ്റർ വാങ്ങി വയ്ക്കും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ റീഫണ്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വാങ്ങി വയ്ക്കും. അപ്പോൾ അതിലെ കാരണങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിൻ്റെ സന്തോഷം തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വീശാൻ പോകുന്ന മോനാണെങ്കിൽ വലയ്ക്ക് കേടുവന്നു, ഇത്രയും കാശാകുമ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടെത്താം. പിന്നെ അല്ലെങ്കിൽ വണ്ടിക്ക് കേടുവന്നു, അങ്ങനെ തരുമ്പോൾ നമ്മളിവിടുന്ന് 15,000 രൂപ വെച്ചിട്ട് ഇപ്പോൾ കൊടുക്കാറുണ്ട്. അപ്പോൾ വീട്ടുകാരും കൂടിയും അംഗീകരിച്ചൊക്കെയാണ് ഞങ്ങളുടെ ഈ വയസ്സന്മാരുടെ ഗ്രൂപ്പിനെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ളൊരു മെമ്പർ മരിച്ചൊരു ഗ്രൂപ്പിലൊരു മെമ്പർ മരിച്ച സ്നേഹസംഗമത്തിലാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ അവരൊരു മരണ ഫണ്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ മരണ ഫണ്ടിലൂടെ 4,000 രൂപ മരണ ഫണ്ടിൻ്റെ ആനുകൂല്യമായിട്ട് ഈ അമ്മച്ചി മരിച്ചിട്ട് ആ വീട്ടിൽ കൊടുക്കാൻ സാധിച്ചു. പിന്നെ ആ ചേച്ചിയുടെ സമ്പാദ്യവും അതിൻ്റെ ലാഭം ഇതുകൊണ്ട് 6,000 കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു 10,000 രൂപ ആ ചേച്ചി മരിച്ചപ്പോൾ ആ ഭവനത്തിലേക്ക് കൊടുക്കാനായിട്ട് ഈ ഗ്രൂപ്പിന് സാധിച്ചു. ഈ പ്രായമായവർക്ക് ഒന്ന് കൂട്ടം കൂടി ഇരുന്നുകൊണ്ട് അവരുടേതായ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അതാണ് മെയിനായിട്ടുള്ള നമ്മൾക്ക് കണ്ടു. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള പണികൾക്കൊന്നും പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല. അപ്പോൾ അവർ ഒറ്റപ്പെട്ടൊരു ജീവിതമായിരിക്കും. മിക്കവാറും വീടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ വീടുകളിൽ മക്കളോ അല്ലെങ്കിൽ പേരക്കിടാങ്ങളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഇത് കഴിഞ്ഞാൽ ഇവർ ഒരു പക്ഷേ അവർ വിഡോവറാകാം. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അവർ ഒറ്റപ്പെട്ട ജീവിതം മതിയാകും. അപ്പോൾ ഇതോടുകൂടി ഈ ഗ്രൂപ്പിലൊക്കെ വന്നു കഴിയുമ്പോഴൊക്കെ അവർക്ക് ഒരു കൂട്ടായ്മ കിട്ടുന്നു. അവരുടെ ഈ കാര്യങ്ങൾ പറയാനും ഷെയർ ചെയ്യാനായിട്ട് ഒരു കൂട്ടായ്മ, അതാണ് മെയിനായിട്ട് നമ്മൾ ഉപകാരമായിട്ട് കാണുന്നത്. ഒക്കെ ഭയങ്കര ഇതായിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെയുള്ള പരിപാടിയാണല്ലോ. അപ്പം ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സന്തോഷവും ഒക്കെ ആയിട്ട് സന്തോഷവും ദുഃഖങ്ങളൊക്കെ പങ്കിടാറുണ്ട്. അങ്ങനെ വലിയ സന്തോഷമായിട്ടിരിക്കണം ഗ്രൂപ്പിൽ പോയ. പിന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ വയോജനങ്ങളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പദ്ധതി എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതിയെ ഏറ്റവും അതിന് ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ ഹെൽപ്പേജ് ഇന്ത്യ അതിനു വേണ്ടിയിട്ട് വളരെയധികം കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വരികയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ കോട്ടയത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും വയനാട്ടിലും ഈ പദ്ധതികൾ പ്രാരംഭമായിട്ട് നടത്തിയിട്ടുണ്ട്. അത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കുടുംബശ്രീ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ 2 ജില്ല അത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഹെൽപ്പേജ് ഇന്ത്യ കുടുംബശ്രീയുമായിട്ട് സഹകരിക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പം വളരെ പ്രതീക്ഷയുണ്ട് ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവിൽ ഹെൽപ്പേജ് ഇന്ത്യക്കും കൂടി പങ്കാളിയാകാൻ സാധിക്കുമെന്നുള്ളത്. അത് ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ ഒരു പദ്ധതിയായിരിക്കും അവർക്കൊരു അത്താണിയായിട്ട് വരാൻ പോകുന്നത്. ഒരു പരസ്പരം ഒരു ഭയങ്കര ഒരു ബന്ധം ഈ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച ശേഷം ഈ അടുത്തടുത്തുള്ള ഈ അമ്മമാരും തമ്മിൽ അപ്പച്ചന്മാരുടെ ഗ്രൂപ്പും ഉണ്ട്. അങ്ങനെ ആകാനുള്ളൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ESSനോട് ഹെൽപ്പേജ് ഇന്ത്യയോടും വളരെ നന്ദിയുള്ളവരാണ് ഈ പ്രദേശത്തെ ആൾക്കാർ. പിന്നെ ഇപ്പോൾ ഇവരെ കണ്ട് ഇവരെ ഗ്രൂപ്പിലേക്ക് വരാൻ ഒത്തിരി പേര് തയ്യാറാകുന്നുണ്ട്. ഞങ്ങളെ ചേർക്കും എന്നും പറഞ്ഞ് ഒത്തിരി പേര് വരുന്നൊരു അവസ്ഥകൾ വരുന്നുണ്ട്. ഞങ്ങൾ വെറുതെ കുറേ അമ്മമാർ വെറുതെ വീട്ടിലിരുന്ന സമയങ്ങളെ അപ്പം ഞങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവിടെ പോയി ഞങ്ങളുടേതായ പഴയ സ്റ്റോറികൾ പറയും. അങ്ങനെ പല പല കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ് ഒത്തിരി സമയം 1-1.5 മണിക്കൂർ ഞങ്ങളവിടെ ചിലവഴിക്കാറുണ്ട്. അപ്പോൾ വളരെയധികം മാനസികമായ ചേഞ്ച്, സാമ്പത്തികമായിട്ട് ചെറുതാണെങ്കിൽ പോലും മാനസികമായ ചേഞ്ച് നമുക്ക് എൻ്റെ അംഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഹെൽപ്പേജ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ESSൻ്റെ സഹായത്തോടുകൂടി കൊണ്ടു നടത്തുന്ന ഈ ഗ്രൂപ്പ്, ഈ വയോജന ഗ്രൂപ്പ് എന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. വളരെ സന്തോഷം. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ അനുഭവസമ്പന്നരായ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരക്കേറിയ ഇന്നിൻ്റെ വഴികളിൽ ശ്രദ്ധിക്കപ്പെട്ടും ശ്രദ്ധിക്കപ്പെടാതെയും കഴിഞ്ഞു പോകുന്നവർ നിരവധി. പഴയ കാലത്തിൻ്റെ വ്യഥകൾ മനസ്സിലാക്കാനും കൂടി നിൽക്കുവാനും പുതിയ കാലത്തിൻ്റെ കുത്തൊഴുക്കിന് സാധിക്കണമെന്നില്ല.
കണ്ടെത്തേണ്ടത് പുതിയ ബദലുകളാണ്. അതിൻ്റെ തിരിച്ചറിവുകൾ മാത്രമാണ് വയോജന സ്വയം സഹായ സംഘങ്ങൾ. ഒറ്റക്കെട്ടായി നേടിയെടുക്കാനും ഒറ്റപ്പെടലിൽ കൈത്താങ്ങാകുവാനും ദീപ്തമായ ഉജ്ജീവനം. ഇപ്പോഴും അങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ചൊക്കെ നടക്കണം. 9 മക്കളും ഉണ്ട്, 5 ആണും 4 പെണ്ണുമാണ്. അങ്ങടെയൊക്കെ കെട്ടിച്ചു കൊടുക്കും. പിന്നെ 5 ആമക്കളുണ്ട്. പിന്നെ നമ്മളുടേതായ കാര്യം ഓർത്ത് സന്തോഷിച്ചുമൊക്കെ അങ്ങനെ നടന്ന് ഒരു ചെറിയ പരിപാടിയൊക്കെ നടത്തും. ഞങ്ങൾ ആണും പെണ്ണും ഒക്കെ ആയിട്ട് അഭിനയിച്ച് പരിപാടിയൊക്കെ നടത്തി അടിച്ചു പൊളിച്ചങ്ങനെ നടക്കും. പിന്നെ ഞങ്ങളുടെ പരിപാടി എന്ന് പറയണത് 76 വയസ്സ്, 77 വയസ്സ്, 80 വയസ്സായ ആളാണെങ്കിലും അടിച്ചു പൊളിച്ച് തന്നെ ഞങ്ങൾ നടത്തി ഇന്ന് വരെയും പോയിട്ടുണ്ട്. കയ്യടി തന്നെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്.